അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജീവിതാവസാനത്തിൽ നമ്മളെ സംരക്ഷിക്കാനും നോക്കാനും ആരും ഉണ്ടാകില്ലേ എന്നൊരു ബേജാറ്, ഒരു ഭയം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാന നാളുകളിൽ നമുക്ക് ഒരു സുരക്ഷിതമാകാനും നമുക്ക് നിർഭയമാവാനും പല ഒരുക്കങ്ങളും ആളുകൾ നടത്തി വെക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ സ്ഥിരം വാടക കിട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പെൻഷന്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക വരുമാനങ്ങൾ ഏർപ്പെടുത്തി വെക്കും. ചിലപ്പോൾ ബാങ്കിൽ തന്നെ വലിയ ബാലൻസുകൾ ഡെപ്പോസിറ്റാക്കി വെക്കും. പലതും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ സത്യത്തിൽ നമുക്ക് എല്ലാ നമ്മൾ ഭയപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ഭൗതികമായി നമ്മുടെ ജീവിതാവസാനത്തിൽ നമ്മൾ ഭയപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളറിഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളുണ്ടാവും എന്നതാണ്. അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം. അങ്ങനെ ഒരാൾ നമുക്ക് വേണം. അയാളോട് ചേർന്ന് കിടന്നാണ് നമ്മൾ മരിക്കേണ്ടത്. തീർച്ചയായും അത് ഈ ലോകത്തെ എല്ലാ പ്രതിസന്ധികളിലും ഒരു പരിധിവരെ നമുക്ക് ഭൗതികമായ സമാശ്വാസം പകരാൻ ഒരുപക്ഷെ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് കഴിയും എന്നുള്ളതാണ്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനം ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവ് ഭാര്യയും തന്നെയാണ് അതിലേറ്റവും പ്രധാനം. ഏതായാലും രണ്ടിലൊരാൾക്കാണ് ആ സഹായം കിട്ടുക. കാരണം ഒരാൾ മരണപ്പെടുമ്പോൾ ആരാണോ ജീവിച്ചിരിക്കുന്നത് അയാൾക്കല്ലേ പറ്റുള്ളൂ. അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയാണെങ്കിൽ അവർ വിധവയായി, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ അയാൾ അനാഥനായി. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അവസാന നിമിഷങ്ങളിൽ പോലും ആ സ്നേഹ തലോടൽ ഏറ്റുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധമാകുന്ന, നമ്മൾ ഒരു നിലക്കും അവർക്കൊരു ഭാരമായി തീരാത്ത ഒരാൾ നമുക്കുണ്ടാവുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ കടമകളിലാണ് വിശ്വസിക്കുന്നത്. കടമകൾ എന്ന് പറഞ്ഞാൽ മക്കളുണ്ടല്ലോ, ഓർക്ക് വാപ്പാനെ നോക്കാൻ കടമയുണ്ടല്ലോ, വാപ്പുണ്ടല്ലോ, ഓർക്ക് മക്കളെ നോക്കാൻ കടമയുണ്ടല്ലോ, ഭർത്താവുണ്ടല്ലോ, അതുകൊണ്ട് ഭാര്യയ്ക്ക് നോക്കാൻ കടമയുണ്ടല്ലോ. ഈ കടമകൾ ഉള്ളതുകൊണ്ട് അവർ നോക്കും, അവർ സംരക്ഷിക്കും എന്ന പ്രതീക്ഷയാണ് പ്രധാനമായുള്ളത്. അത് ആ പ്രതീക്ഷ തെറ്റല്ല. പക്ഷേ കടമകൾക്ക് വേണ്ടി നോക്കുന്നതും നമ്മളെ ഇഷ്ടത്തോടുകൂടെ പരിചരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കടമകൾക്ക് വേണ്ടി നോക്കുന്ന ആളുകൾ ഒരു പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ വല്ലാതെ പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മളെ നോക്കാൻ അവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടാവുമ്പോൾ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അള്ളാഹുവിന് കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരാശ്വാസമായി എന്നൊരു പക്ഷേ എപ്പോഴെങ്കിലും അവർ മനസ്സിൽ വിചാരിച്ചേക്കാം. എന്നാൽ ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ സാന്നിധ്യത്തെ അത്രയും ഇഷ്ടപ്പെടുന്ന ആളെന്താ പറയാറോ, ഇങ്ങനെ കിടന്നാൽ മതി, ബോധമില്ലാതെ ഇങ്ങനെ കിടന്നാൽ മതി, എനിക്കിങ്ങനെ കാണാലോ. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട്. ഇപ്പോഴും ഒരു സഹോദരി പറയാറുണ്ട്, അവരുടെ ഭർത്താവ് അങ്ങനെ പൂർണ്ണമായിട്ടും ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മളൊക്കെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ അവരാശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എത്രയോ വർഷങ്ങളായി അവരാ കിടപ്പ് കിടക്കുന്നു. ഒരുപക്ഷെ നല്ലൊരു ജീവിത കാലഘട്ടത്തിലാണ് ഭർത്താവിനെ അവർക്ക്. അപ്പോൾ അവരെപ്പോഴും പറയുന്നതായിരിക്കുന്നല്ലോ, എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ മുഖം ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അള്ളാഹു ഇങ്ങനെ കുറച്ച് കാലം കൂടി എൻ്റെ കൂടെ നിർത്തി തന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആ ഒരു മനസ്സാർക്കുണ്ടാവുക. നമ്മളെ അത്രമാത്രം ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉമ്മ ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതി, വാപ്പ ഇവിടെ ഇങ്ങനെ ഉണ്ടായാൽ മതി. അപ്പോൾ അവർക്ക് എന്താ പറയുക, അവർക്ക് നമ്മൾ കൂടുതൽ പ്രയാസകരമാകുമ്പോൾ, നമ്മളുടെ സംരക്ഷണം അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകുമ്പോഴും അവർക്കത് കൂടുതൽ സന്തോഷമാവുക ചെയ്യുക. അവർ കൂടുതൽ ചാരിതാർത്ഥ്യത്തോടെയും കൂടുതൽ സംതൃപ്തിയോടു കൂടിയും അത് നിർവഹിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെ കടമകളും ബാധ്യതകളും ഇവർ നോക്കും എന്ന് വിചാരിക്കുന്നതിലപ്പുറം നമ്മൾ ആത്മാർത്ഥമായ സ്നേഹവും ആത്മാർത്ഥമായ ബന്ധവും നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഒരുപക്ഷേ ജീവിതത്തിൽ ഏറ്റവും അധികം ആളുകൾ അവഗണിക്കുന്നത് തൻ്റെ ഇണയെ ആയിരിക്കും. മറ്റുള്ളവരുടെയൊക്കെ കാര്യം നോക്കി നടക്കും, സ്വന്തം ഭാര്യൻ്റെ കാര്യം നോക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം തിരിച്ച് നോക്കുന്നുണ്ടായിരിക്കില്ല. മനസ്സിലായി? നാട്ടിലെ മുഴുവനും മാതാപിതാക്കളെ സംരക്ഷിക്കുന്നുണ്ടായിരിക്കും, സ്വന്തം വാപ്പനെയും മനെയും നോക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ
ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആർക്കെങ്കിലും ആത്മാർത്ഥമായി ജീവിതം നൽകിയോ എങ്കിൽ ആത്മാർത്ഥമായി അവർ ജീവിതം നമുക്ക് തിരിച്ചു നൽകും. അപ്പോൾ ചില ആൾക്കാർ പറയും, നമ്മൾ അതിന് മാത്രം ത്യാഗം ചെയ്തിട്ടില്ലേ, ഞാൻ എന്തിനാണ് കഷ്ടപ്പെട്ടത്, ഞാൻ എത്രയാണ് അധ്വാനിച്ചത്, ഇവരെ വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടില്ലേ എന്ന് ആ ചോദ്യം പ്രസക്തമല്ല. കാരണം നമ്മൾ ആര് നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി ചെയ്യുമ്പോഴും അതൊക്കെ കടമയായിട്ട് മാത്രമേ ആത്മബന്ധമില്ലാതെ ചെയ്താൽ അവർ പരിഗണിക്കുള്ളൂ. നമ്മൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, നമ്മൾ അവരുമായി ഒരു മക്കൾ എന്നുള്ളൊരു ആത്മബന്ധം നമുക്കില്ല എന്നുണ്ടെങ്കിൽ അത് വാപ്പൻ്റെ കടമ, അതുകൊണ്ട് ചോറ് തരുന്നു, ഉമ്മൻ്റെ കടമ, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്നേ വിചാരിക്കുള്ളൂ. അത് നമ്മുടെ തമ്മിലൊരു ഇഷ്ടത്തിലോ ആത്മബന്ധത്തെയോ അത് ഉണ്ടാക്കുന്നില്ല. അത് നമുക്ക് അവർക്ക് സ്നേഹപൂർവ്വം നൽകാനും ഇഷ്ടത്തോടെ നൽകാനും അതിലൂടെ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനും നമുക്ക് പറ്റുമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് സ്നേഹമെന്നുള്ളത് നമ്മൾ പ്രകടിപ്പിക്കാതെ ഒരാൾക്ക് മനസ്സിലാവില്ല. പ്രകടിപ്പിക്കാതെ കിട്ടുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത്, പ്രകടിപ്പിക്കുമ്പോൾ. അതാണ് തഹാദവ് തഹാബു എന്ന് പറയുന്നത്. നിങ്ങൾ ഹദിയ കൊടുക്കും, നിങ്ങൾ പരസ്പരം സ്നേഹം ഉണ്ടാവും വേണം. അതുകൊണ്ടാണ്, അതായത് എനിക്കിങ്ങോട്ട് ഇഷ്ടമുണ്ട് എന്ന് എനിക്ക് ഇതിന് ഇഷ്ടമുണ്ടെന്ന് പറയുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തരികയോ ചെയ്യുമ്പോഴാണ് ഇഷ്ടമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുള്ളൂ. മറ്റത് മനസ്സിലുള്ള കാര്യമല്ലേ, നമ്മളത് പ്രകടിപ്പിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നാം നമ്മുടെ മക്കളോടൊക്കെ ഭയങ്കരമായ ഒരു ആത്മബന്ധം ഉണ്ടാക്കണം, ഭയങ്കരമായൊരു സ്നേഹബന്ധം ഉണ്ടാക്കണം. എപ്പോഴെങ്കിലും നമ്മൾ പറയുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ സമീപനങ്ങളോ ഒക്കെ നമ്മൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കാൻ ഉപകരിക്കാത്തത് ആയിരിക്കണം. അങ്ങനെ ആർക്കെങ്കിലും നമ്മൾ ആത്മാർത്ഥവും നിഷ്കളങ്കവുമായ സ്നേഹവും ജീവിതവും കൊടുത്താൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാകും. ആർക്കും അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ അവസാന യാത്ര അനാഥമായിരിക്കും, യാതൊരു സംശയക്കാര്യത്തില്ല. അതുകൊണ്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം. അള്ളാഹു സഹായിക്കട്ടെ.